ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റിയതിൽ ഡിജിപി ജേക്കബ് തോമസിന് കടുത്ത അതൃപ്തി. അടിക്കടി സ്ഥലം മാറ്റുന്ന സർക്കാർ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഇപ്പോഴത്തെ നടപടി തരം താഴ്ത്തലിന് തുല്യമാണെന്നും ജേക്കബ് തോമസ് റിപ്പോർട്ടറോട് പറഞ്ഞു. അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകളുടെ ഓഡിറ്റിംഗിന് നടത്തിയ നീക്കത്തെ തുടർന്ന് ഫ്ളാറ്റ് ലോബി നടത്തിയ ഇടപെടലാണ് സ്ഥാനചലനത്തിന് കാരണം. അതേസമയം സ്ഥലം മാറ്റം സ്വാഭാവിക നടപടിയാണെന്നും സർക്കാരിന് അതിന് അധികാരമുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നും അപ്രസക്തമായ പോലീസ് ഹൗസിംഗ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഡിജിപി ജേക്കബ് തോമസിനെ സ്ഥലം മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഫ്ളാറ്റ് നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനായി കർശന നിലപാടെടുത്തതിനെ തുടർന്നാണ് സ്ഥാനചലനം. നേരത്തെ വിജിലൻസ് കേരള പദ്ധതി പകുതിയായപ്പോഴാണ് മാറ്റിയതെന്നും 3 മാസം തികയും മുൻപേ വീണ്ടും മാറ്റുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും ജേക്കബ് തോമസ് റിപ്പോർട്ടറോട് പറഞ്ഞു. ഈ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫർ എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജൂണിലാണ് ഞാൻ ഫയർഫോഴ്സിലേക്ക് വന്നത്. ഒരു കാര്യങ്ങളും ചെയ്യാൻ സർക്കാർ അനുവദിക്കുന്നില്ല. തുടങ്ങിയാലൊരു കാര്യം അത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി തുടങ്ങാണ്ട എന്നുകൂടെ സർക്കാർ പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. വിജിലൻസ് കേരള എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കുറെ സമയമെടുത്ത് പണിത ഒരു പണിയാണ് വിജിലൻസ് കേരള. കാരണം കേരളത്തിൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി ഗ്രാസ് റൂട്ട്സ് ലെവലിലെ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതൊരു പൈലറ്റ് പ്രോജക്ട് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അവിടുന്ന് മാറ്റി. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഈ ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് മാറ്റുന്നു. ADGP റാങ്കിലുള്ളയാൾ വഹിച്ചിരുന്ന പദവിയിലേക്ക് മാറ്റുന്നത് തരം താഴ്ത്തലിന് തുല്യമാണെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ADGP പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അതൊരു ഡിമോഷൻ ആണല്ലോ. അപ്പൊ ഡിമോട്ട് ചെയ്ത് എന്തിനാണെന്നുള്ളതൊക്കെ അത് അതിന്റെ ഒരു സമാധാനം പറയേണ്ടതുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പുതിയ പദവി ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ്. സ്ഥലമാറ്റം സ്വാഭാവിക തീരുമാനമാണെന്നും അതിന് സർക്കാരിന് അധികാരമുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഉദ്യോഗസ്ഥന്മാരെ മാറ്റേണ്ടത് ഗവൺമെന്റിന്റെ പെറോഗേറ്റീവ് ആണ്. ഗവൺമെന്റ് മാറ്റേണ്ടി വരും. ചില ആൾക്ക് നിയമനങ്ങൾ കൊടുക്കേണ്ടി വരും. അതിന് വലിയ അസാധാരണമായ ഒരു നടപടി ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ചെന്നിത്തലയും ലീഗ് മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത നിലപാടെടുത്തതിനെ തുടർന്നാണ് ജേക്കബ് തോമസിനെ മാറ്റിയത്. ഫ്ളാറ്റ് നിർമ്മാണത്തിൽ കർശന നിലപാടെടുത്തത് മന്ത്രി മഞ്ഞളാംകുഴി അലിയെ ചൊടിപ്പിച്ചിരുന്നു. 1 മാസം മുൻപും ഇതേ ചൊല്ലി മന്ത്രിസഭാ യോഗത്തിൽ ജേക്കബ് തോമസിനെതിരെ വിമർശനവും ഉണ്ടായി. പത്തനാപുരം ഫയർഫോഴ്സ് ഓഫീസിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും ആഭ്യന്തരമന്ത്രിക്കും ജേക്കബ് തോമസിനോട് അതൃപ്തി ഉണ്ടായിരുന്നതായാണ് സൂചന. ബാർക്കോഴ കേസിൽ മന്ത്രി ബാബുവിനെതിരെ അന്വേഷണം നടത്തുന്നതിനിടെ നേരത്തെ ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് മാറ്റിയതും വിവാദമായിരുന്നു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.